സംസ്ഥാന മന്ത്രിമാരുടെയും പ്രമുഖ രാഷ്ട്രീയ പാർട്ടി നേതാക്കളുടെയും പേര് ബാർ ഉടമകൾ ഇന്നത്തെ യോഗത്തിൽ ഉന്നയിച്ചു. എന്നാൽ തൽക്കാലം പേര് വിവരങ്ങൾ മാധ്യമങ്ങളുമായി പങ്കുവെക്കേണ്ടതില്ല എന്നായിരുന്നു പൊതുവായ തീരുമാനം. കെ എം മാണിക്ക് തെരഞ്ഞെടുപ്പ് ഫണ്ടിലേക്കാണ് പണം നൽകിയത് എന്ന നിലയിൽ വിജിലൻസിന് മൊഴി നൽകാൻ ബിജു രമേശിനോട് ചിലർ നിർദ്ദേശിച്ചുവെങ്കിലും പ്രയോജനമുണ്ടായില്ല. കെ എം മാണിക്കെതിരെ മാത്രം ആരോപണം ഉന്നയിക്കുന്നതിനെ കേരള കോൺഗ്രസ് പശ്ചാത്തലമുള്ള ചില ബാർ ഉടമകൾ യോഗത്തിൽ ചോദ്യം ചെയ്തു. നൽകിയ പണത്തിന്റെ കണക്കുമായാണ് പല അംഗങ്ങളും യോഗത്തിനെത്തിയത്. ചിലർ കണക്കു പറഞ്ഞു സംസാരിച്ചു. മന്ത്രിസഭയിലെ ഒരംഗത്തിന് വ്യക്തിപരമായ ആവശ്യത്തിന് വൻതുക നൽകിയെന്ന് അസോസിയേഷൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം വെളിപ്പെടുത്തി. എന്നാൽ ഈ വിഷയത്തിൽ കൂടുതൽ ചർച്ച വേണ്ടെന്ന് തീരുമാനിക്കുകയായിരുന്നു. ചില രാഷ്ട്രീയ നേതാക്കൾക്ക് പണം നൽകിയ കാര്യവും ചിലർ യോഗത്തിൽ അറിയിച്ചു. ചർച്ച ആ വഴിക്ക് നീങ്ങിയപ്പോഴാണ് ഇതന്വേഷിക്കാൻ പ്രത്യേക സമിതിയെ നിയോഗിച്ചത്. ഇതിനിടെ പണം നൽകിയത് തെരഞ്ഞെടുപ്പ് ഫണ്ടിലേക്കാണെന്ന് മൊഴി നൽകാൻ ബിജു രമേശിന് നിർദ്ദേശം നൽകണമെന്നാവശ്യപ്പെട്ട് ചിലർ ദൂതന്മാരെ അയച്ചിരുന്നു. എന്നാൽ ഇത് അംഗീകരിക്കാൻ ബിജു രമേശും കൂട്ടരും തയ്യാറായില്ല. അത്തരമൊരു നിലപാടെടുത്താൽ നിയമപരിരക്ഷ ലഭിക്കില്ലെന്ന നിയമോപദേശവും ബിജു രമേശിന്റെ പക്കലുണ്ടായിരുന്നു. എന്നാൽ കെ എം മാണിക്കെതിരെ മാത്രം ആരോപണം ഉന്നയിക്കുന്നതിനെ കേരള കോൺഗ്രസ് ബന്ധമുള്ള മധ്യ തിരുവിതാംകൂറിലെ ചില ബാറുടമകൾ ചോദ്യം ചെയ്തു. പണം വാങ്ങിയ മുഴുവൻ പേരെയും പുറത്തു കൊണ്ടുവരണമെന്നായിരുന്നു ഇവരുടെ ആവശ്യം. ആരോപണം ഉന്നയിച്ച ബിജു രമേശിന് ആദ്യഘട്ടത്തിൽ പിന്തുണ നൽകാതിരുന്ന പ്രസിഡന്റ് രാജ്കുമാർ ഉണ്ണിയും ഒടുവിൽ ഭൂരിപക്ഷ തീരുമാനത്തോടൊപ്പം നിന്നു. അസോസിയേഷൻ പിന്തുണ നൽകിയില്ലെങ്കിലും നിലപാട് മയപ്പെടുത്താൻ താൻ തയ്യാറല്ലെന്ന് ബിജു രമേശ് യോഗത്തെ അറിയിച്ചിരുന്നു. അടഞ്ഞുകിടക്കുന്ന മുഴുവൻ ബാറുകളും തുറക്കാൻ അനുവദിച്ചാൽ മാത്രം ചർച്ച എന്നായിരുന്നു അനുരഞ്ജനത്തിനെത്തിയ മധ്യസ്ഥരോട് ബാറുടമകൾക്ക് പറയാനുണ്ടായിരുന്നത്. എസ് വിജയകുമാർ, റിപ്പോർട്ടർ, കൊച്ചി.